ഹലോ മക്കളെ, എല്ലാവർക്കും റായത്ത് തന്നെയല്ലേ? ഇന്ന് പെരുന്നാൾ സ്പെഷ്യലായിട്ടുള്ള വീഡിയോപ്പാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അതും നമ്മളെ കാസർഗോട്ടാറ് സ്പെഷ്യലാണ്. വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാം. ഇതിനും വേണ്ടിയിട്ട് ഞാനിടെ 3/4 കിലോ പച്ചരി രാത്രി തന്നെ കൈയിട്ട് നല്ലപോലെ കുതിരാൻ വെച്ചിട്ടുണ്ടായിന്. ഇനി വീണ്ടും ഒരു പ്രാവശ്യം കൈയിട്ട് വെള്ളമെല്ലാം ഊറ്റിയിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നമുക്കിത് അരച്ചിട്ട് എടുക്കണം. അതിനും വേണ്ടിയിട്ട് ഞാനെല്ലാം മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഭയങ്കര ടേസ്റ്റുള്ള അപ്പം തന്നെയാണ്. പക്ഷെ ഇത് ഉണ്ടാക്കുമ്പോൾ കുറച്ച് കാര്യം ശ്രദ്ധിക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ മുഴുവനും കണ്ടതിന് ശേഷം മാത്രം ഈ റെസിപ്പി ഉണ്ടാക്കിയാൽ മതി. പിന്നെ ഇതിലേക്ക് ഒരു 4 പച്ചമുളകും ഒരു വലിയ കഷ്ണം ഇഞ്ചി 10 അല്ലി വെളുത്തുള്ളി ഇത് ഇത്രയും ഞാൻ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇതിലേക്ക് മുട്ടയാണ്. ഞാൻ ഒരു മുട്ടയാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. മുട്ട കൂടുമ്പോൾ നമുക്ക് പൊട്ടിത്തെറിക്കാനും ചാൻസ് കൂടുതലുള്ളത് കൊണ്ട് ഒരു മുട്ട ഞാൻ ഒഴിച്ചു കൊടുത്ത് 1/2 ടേബിൾ സ്പൂൺ ഉപ്പും 250 ml മെഷർമെൻറ്റ് കപ്പിൽ 3/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ ഇത് അരച്ചിട്ട് എടുക്കണം. ഉപ്പ് തേഞ്ഞിട്ടില്ലെങ്കിൽ ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് കറിച്ചപ്പില ചെറുതായിട്ട് മുറിച്ചതും 1 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി അതായത് ഉണക്കമുളക് ചതച്ചതും 1/2 ടീസ്പൂൺ അയമോദകം 1 ടീസ്പൂൺ ചെറിയ ജീരകം പിന്നെ 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ള് ഇത്രയും ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കണം. അയമോദം ഇല്ല എങ്കിൽ ആ ഭാഗം സ്കിപ്പ് ചെയ്യുക. ഇപ്പം നല്ലോണം മിക്സാക്കിയ പിന്നെ ഞാനിത് പുതുക്കിയിട്ട് എടുക്കുന്നുണ്ട്. നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ കുറച്ച് മാവ് ഒഴിച്ചിട്ട് ചട്ടുവം കൊണ്ട് നല്ലോണം ഇളക്കിയിട്ട് ഇത് പുതുക്കിയിട്ട് എടുക്കണം. ഇതിൻ്റെ വെള്ളം എല്ലാം വറ്റിച്ചിട്ട് എടുക്കുന്ന രീതിയാണ് ഈ പുതുക്കിയിട്ട് എടുക്കുന്നത്. കാസർഗോട്ടാർക്കെല്ലാം അറിയും, അറിയാത്ത കുറേ ആളുണ്ടാവും. ഓർക്കും വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇതിൻ്റെ വെള്ളം മുഴുവനും വറ്റിയിട്ട് നല്ലപോലെ ഡ്രൈ ആയിട്ട് വരണം. അപ്പോൾ അങ്ങനെയെങ്കിൽ മാത്രമേ ഈ അപ്പം കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നല്ലോണം വെള്ളമെല്ലാം വറ്റിച്ചിട്ട് ഇവിടെ പുതുക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നല്ലോണം കുഴച്ചിട്ട് എടുക്കണം. ചൂടോട് കൂടി കുഴച്ചിട്ട് എടുക്കുമ്പോൾ നമുക്ക് നല്ല പാങ്ങല കുഴഞ്ഞിട്ട് കിട്ടും. കുറച്ച് തണിഞ്ഞ് പോയെങ്കിൽ ഉണങ്ങിയിട്ട് നമുക്കത് അത്ര പാങ്ങല കുഴച്ചിട്ടെടുക്കാൻ കഴിയില്ല. കുഴക്കുന്നത് എളുപ്പമാവാൻ വേണ്ടിയിട്ട് ഞാൻ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നല്ലോണം മിക്സാക്കിയിട്ട് കുഴച്ചിട്ട് എടുക്കുന്നുണ്ട്. ഇതിങ്ങനെയാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ കുഴച്ചിട്ടെല്ലാം എടുക്കാൻ കഴിയും. ഇതിപ്പോൾ ചൂടുണ്ട്, നല്ല പോലെ ചൂടുണ്ട്. ഈ ചൂടോട് കൂടിയിട്ടാണ് ഞാൻ കുഴച്ചിട്ട് എടുക്കുന്നത്. ഇങ്ങനെ കയ്യിലാണെങ്കിൽ സ്റ്റീലിൻ്റെ ഗ്ലാസ്സാ പാട്ടയാ മറ്റെടുത്തിട്ട് കുത്തിയിട്ട് മിക്സാക്കിയിട്ട് ചൂടാക്കിയിട്ട് എടുത്താൽ മതി. ഇപ്പോൾ നല്ല കട്ടിക്കുള്ള ഒരു മാവിൻ്റെ ഉണ്ട കിട്ടിയിട്ടുണ്ട്. ഇനി കുഞ്ഞു ഉണ്ടയാക്കിയിട്ട് എടുക്കണം. കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയിട്ട് എടുക്കണം. ഈ ഒരു വലിപ്പത്തിലാണ് ഞമ്മ ഉരുട്ടിയിട്ട് എടുക്കേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ റെസിപ്പി ഉണ്ടാക്കുമ്പോൾ പൊട്ടിത്തെറിക്കാനെല്ലാം ചാൻസ് ഉണ്ട്. ഞാൻ വീഡിയോ സഹിതം കാണിച്ചു തരാം. അപ്പോൾ ഉണ്ടാക്കുന്നതിനായിട്ട് മുന്നേ ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ട് മാത്രം ഉണ്ടാക്കിയാൽ മതി. ഇപ്പോൾ എല്ലാം ഞാൻ ഉരുട്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി പരത്തിയിട്ട് എടുക്കണം. ചപ്പാത്തി പ്രസ്സിൽ 3 ഉണ്ട ഒന്നിച്ചിട്ട് വെച്ചിട്ടാണ് ഞാൻ പരത്തിയിട്ട് എടുക്കുന്നത്. ഇനി ബീഡി ചുട്ടുന്ന പോലെ ഇങ്ങനെ ചുട്ടിയിട്ട് എടുക്കണം. നല്ലോണം ടൈറ്റായിട്ട് ചുട്ടണ്ട. അപ്പോൾ പൊട്ടിത്തെറിക്കുന്ന ചാൻസ് എല്ലാം കൂടും. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചുരുട്ടിയിട്ട് ഒന്ന് പ്രസ്സാക്കി കൊടുത്താൽ മതി. അത്രേ വേണ്ടൂ. വീഡിയോയിൽ കാണുന്ന രീതി ശ്രദ്ധിച്ചാൽ മതി. ഈ ഒരു രീതിയിൽ ചുരുട്ടിയിട്ട് എടുക്കണം. അപ്പോൾ എല്ലാം ഇതേപോലെ സോഫ്റ്റായിട്ട് തന്നെ ഒന്ന് വീടിൻ്റെ ഷേപ്പിലാക്കിയിട്ട് എടുക്കണം. ഞാൻ വീണ്ടും ഒന്ന് കാണിച്ചു തരുന്നുണ്ട്. ഈ ഒരു രീതിയിൽ സാവധാനത്തിൽ താഴെ നിന്ന് മേലോട്ടേക്കോ അല്ലെങ്കിൽ മേലെ നിന്ന് താഴോട്ടേക്കോ ഒന്ന് ഉരുട്ടിയിട്ടെടുത്താൽ മതി. നല്ല ടൈറ്റിൽ ബീഡി ചുട്ടുന്ന പോലെ അങ്ങനെ ചുട്ടണ്ട. ബീഡിൻ്റെ ഒരു ഷേപ്പ് മാത്രം കിട്ടിയാൽ മതി. ഇവിടെ ഞാൻ എല്ലാം ഷേപ്പാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി എണ്ണ ചൂടാക്കണം. എണ്ണ നല്ലോണം തിളക്കണ്ട. ഒരു മീഡിയം തീയിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ആക്കിയിട്ട് എടുക്കാൻ. നല്ലോണം ശ്രദ്ധിക്കണം. ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ദൂരം നിൽക്കണം. മേത്തേക്കൊന്നും ഇങ്ങനെ തെറിച്ചോണ്ട. ഞാൻ ഇതിന് മുന്നേ ഉണ്ടാക്കുമ്പം പൊട്ടിത്തെറിച്ചിന്, ഇപ്പോൾ ഉണ്ടാക്കുമ്പം പൊട്ടിത്തെറിച്ചിന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്, തീ ചെറിയ തീയിലാക്കിയിട്ട് കൊടുക്കണം. നമ്മൾ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം ഇടുന്നത് കൊണ്ടും മുട്ടയെല്ലാം കൂട്ടുന്നത് കൊണ്ടും ഇത് നല്ലോണം പൊട്ടിത്തെറിക്കുന്നു. അപ്പോൾ ആ ഒരു റിസ്ക് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കൽ. എനിക്കിത് ഓർഡർ ഉണ്ടായ റെസിപ്പിയാണ്. ഞാൻ അധികം ഉണ്ടാക്കിയിട്ട് കൊടുക്കലുണ്ട്. ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് എണ്ണയിലിട്ടിട്ടായിട്ട് കുറച്ച് ദൂരം മാറിയിട്ട് നിൽക്കും. നല്ലോണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ചെറിയ തീയിലാകുമ്പോൾ വലിയ പേടി വേണ്ട. പിന്നെ എണ്ണ ഒഴിക്കുമ്പോൾ പാത്രത്തിൽ കുറേ എണ്ണ ഒഴിക്കണ്ട. കുറച്ച് ഒഴിച്ചാൽ മതി. തീരുന്ന പോലെ ഒഴിച്ചു കൊടുത്താൽ മതി. ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ തിന്നാൻ എന്തോ ഒരു ടേസ്റ്റ് തന്നെ. ഈ മധുരമൊന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കെല്ലാം ഇത് ഉണ്ടാക്കിയാൽ ഭയങ്കര ഇഷ്ടപ്പെടും. എന്നിട്ട് ഗോൾഡ് കളറാകുന്ന രീതിയിൽ ഫ്രൈ ആക്കിയിട്ട് എടുക്കണം.
ഇതാ എൻ്റെ ചുമരെല്ലാം കണ്ടില്ലേ, ഫുള്ള് എണ്ണ തെറിച്ചിട്ട്. ഇതിങ്ങനെ എണ്ണ പൊട്ടിയിട്ട് തെറിക്കും. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല ടൈറ്റിൽ ചുരുട്ടണ്ട, തീ നല്ലോണം കൂട്ടിക്കൊടുക്കണ്ട, ചെറിയ തീയിൽ തന്നെ ഫ്രൈ ആക്കണം. അതേപോലെ തന്നെ നല്ലോണം ടൈറ്റിൽ ഈ ബീഡി പോലെ ചുരുട്ടണ്ട. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ട് മാത്രം നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി. ഈ റെസിപ്പി ഉണ്ടാക്കുമ്പോൾ ഇനി മുന്നേ ആർക്കെങ്കിലും പൊട്ടിത്തെറിച്ചിനാന്ന് നിങ്ങൾ കമൻറ്റിൽ എനിക്ക് അറിയിക്കണം. അപ്പോൾ വീണ്ടും കാണാം. ജസാക്കല്ലാഹ് ഖൈർ.